വെൽക്കം ടു സ്കോർ അക്കാഡമി. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ AM മോഡുലേഷൻ ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണ് മോഡുലേഷൻ എന്ന് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ കണ്ടു കഴിഞ്ഞു. മോഡുലേഷൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ബേസ് ബാൻഡ് സിഗ്നൽ അഥവാ മെസ്സേജ് സിഗ്നൽസിന് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്കുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ അഥവാ മെസ്സേജ് സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നൽസിലേക്ക് ഈ ഇൻഫർമേഷൻ അഥവാ മെസ്സേജിനെ എംബഡ് ചെയ്യാൻ വേണ്ടിയാണ് മോഡുലേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ബേസ് ബാൻഡ് സിഗ്നലിലെ മെസ്സേജ് സിഗ്നലിലെ ഇൻഫർമേഷനെ കരിയർ സിഗ്നലിലേക്ക് എംബഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്കതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്നിങ്ങനെ പലതായി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. മോഡുലേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആകാം, ഫേസ് ആകാം, ഫ്രീക്വൻസി ആകാം, അത് ചേഞ്ച് ചെയ്യുകയാണ് മോഡുലേഷനകത്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുവഴി ബേസ് ബാൻഡ് സിഗ്നൽ തരുന്ന ഇൻഫർമേഷനെ നിങ്ങൾ ആ കരിയർ സിഗ്നലിനകത്തേക്ക് എംബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ബേസ് ബാൻഡ് സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി ബാൻഡ് പാസ് സിഗ്നലായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് സ്പെസിഫിക് ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കി. അപ്പം ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു കുട്ടി, ചെറിയ കുട്ടിയെ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ കുട്ടിയെ അതിന് വേറെ ആരെയെങ്കിലും ആ കുട്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആരെയെങ്കിലും കൂട്ടിവിടും എന്ന് പറഞ്ഞു. ഇനി അയാളെ കൂട്ടി വിടുന്ന ആള് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് പല രീതിയിലാവാം. ചിലപ്പോൾ ബൈക്കിൽ കൊണ്ടുപോവാം, ചിലപ്പോൾ ബസ്സിൽ കൊണ്ടുപോവാം, ചിലപ്പോൾ ട്രെയിനിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ കാറിൽ കൊണ്ടുപോവാം. അപ്പൊ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതനുസരിച്ച് മോഡുലേഷനെ വീണ്ടും നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിയെ ബൈക്കിൽ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലായ ഇൻഫർമേഷൻസിനെ കരിയർ അയാളുടെ ആംപ്ലിറ്റ്യൂഡിനകത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസിക്കകത്താണ് ഈ ബേസ് ബാൻഡ് സിഗ്നലിലെ ഇൻഫർമേഷനെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയും. പകരം കരിയറിന്റെ ഫേസിനകത്താണ് അയാൾ ബേസ് ബാൻഡിലെ ഇൻഫർമേഷനെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫേസ് മോഡുലേഷൻ എന്ന് പറയും. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഡെഫിനിഷൻ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ signal is varied in accordance with the instantaneous amplitude of the message signal. ഇപ്പോൾ കരിയറിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സിഗ്നലിനെ എംബഡ് ചെയ്യണം. എങ്ങനെ എംബഡ് ചെയ്യും? കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യും. എങ്ങനെ? മെസ്സേജ് സിഗ്നലിന്റെ ഓരോ സമയത്തെ ആംപ്ലിറ്റ്യൂഡ് നോക്കും. ആ സമയത്തെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വേരിയിങ് the amplitude of the carrier in accordance with the instantaneous amplitude of the message signal. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മെസ്സേജ് സിഗ്നലിന്റെ പരമാവധി ഫ്രീക്വൻസി എത്രയാണെന്നറിയോ? 5 കിലോഹെർട്സ്. 5 കിലോഹെർട്സ് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരമാവധി ഫ്രീക്വൻസി. ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കണം. ഇത് നമുക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, FCC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അവരാണ് ഈ വാല്യൂ, ഇത് 5 കിലോഹെർട്സ് വരെയുള്ള മെസ്സേജ് സിഗ്നലുകളെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉപയോഗിച്ച് മോഡുലേറ്റ് ചെയ്യാവൂ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഈ വാല്യൂ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ മെസ്സേജ് സിഗ്നലിന്റെ പരമാവധി ഫ്രീക്വൻസി എത്രയായിരിക്കണം? 5 കിലോഹെർട്സ് വരെയുള്ള മെസ്സേജ് സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നോക്കിയേ, നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ 4 കിലോഹെർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യാം. 2 കിലോഹെർട്സ് ആണെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യാം. പക്ഷേ 8 കിലോഹെർട്സ് ഒക്കെ ആണെങ്കിൽ അതിനെ പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഓർത്തിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ AM മാക്സിമം മെസ്സേജ് സിഗ്നൽ
ഫ്രീക്വൻസി യൂസ്ഡ് എത്രയാണ്? 5 കിലോ ഹെർട്സ്. ഇനി AM-നകത്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് ഈ കാരിയർ സിഗ്നൽ ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫർമേഷനെ കൊണ്ടുപോകുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, അതിനെയാണ് നമ്മൾ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ കാരിയർ സിഗ്നൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സിനുസോയിഡൽ സിഗ്നലാണ്. സൈൻ അല്ലെങ്കിൽ കൊസൈൻ വേവ്സിനെയാണ് കാരിയർ സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത്. സൈൻ അല്ലെങ്കിൽ കൊസൈൻ, വേറെ വേവ്സ് ഇല്ലേ? നമുക്ക് സ്ക്വയർ വേവ് ഉണ്ട്, അതുപോലെ ട്രയാങ്കുലർ വേവ് ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ യൂഷ്വലി കാരിയർ സിഗ്നലായിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് ഉപയോഗിക്കുന്നത് ഈ സിനുസോയിഡൽ സിഗ്നൽസിനെ ആയിരിക്കും കാരിയർ സിഗ്നലായിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. സൈൻ അല്ലെങ്കിൽ കൊസൈൻ വേവിനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ മെസ്സേജ് സിഗ്നലോ, മെസ്സേജ് സിഗ്നലിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്. ഇപ്പൊ കാരിയർ സിനുസോയിഡൽ ആവണമെന്ന് നമ്മൾ പറഞ്ഞു, സൈൻ അല്ലെങ്കിൽ കൊസൈൻ ആവണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ മെസ്സേജോ, മെസ്സേജ് ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്. അത് സൈൻ ആവാം, കൊസൈൻ ആവാം, ട്രയാങ്കുലർ ആവാം, സോ ടൂത്ത് ആവാം, റെക്ടാങ്കുലർ ആവാം. ഇനി അതല്ല, ഇതൊന്നുമല്ല, ഇതുപോലെയുള്ള ഒരു ആർബിട്രറി ഷേപ്പിലുള്ള ഒരു മെസ്സേജ് സിഗ്നൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ, അതും ആവാം. ഇപ്പൊ മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്, ബട്ട് the carrier signal is of sinusoidal type. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇനി ഈ മെസ്സേജ് സിഗ്നൽ ഏത് ടൈപ്പിലുള്ളതാണെന്നും വേണമെങ്കിലും ആവാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ മെസ്സേജ് സിഗ്നലും സിനുസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ആ AM-നെ, അങ്ങനെയുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ നമ്മൾ സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ് വിളിക്കുക. മെസ്സേജ് സിഗ്നൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞു. പക്ഷേ മെസ്സേജ് സിഗ്നൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞാൽ സിനുസോയിഡൽ വേണമെങ്കിലും ആകാമല്ലോ. അങ്ങനെ മെസ്സേജ് സിഗ്നലും സിനുസോയിഡലാണ്, കാരിയർ എന്തായാലും സിനുസോയിഡൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെയാണ് നമ്മൾ സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ സിഗ്നൽസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈനസോയിഡൽ വേവ്സ് അല്ലെങ്കിൽ സൈൻ വേവിൻ്റെയും കൊസൈൻ വേവിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത എന്താ? അവരിൽ ഒരൊറ്റ ഫ്രീക്വൻസിയെ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങൾ സൈൻ 2π × 1000t എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ സൈൻ വേവിനകത്ത് സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി 1000 ഹെഡ്സ് ആണ് എന്ന് ഉറപ്പിക്കാം. ഒരു ഫ്രീക്വൻസി അതിനകത്ത് കാണുള്ളൂ. അതേസമയം നിങ്ങൾ സ്ക്വയർ വേവ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴോ, സ്ക്വയർ വേവ് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ഫ്രീക്വൻസി ഒന്നും അല്ല, കുറേ അധികം ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ നമ്മൾ ഇതിന് ഒരു ഫണ്ടമെൻ്റൽ പീരീഡ് പറയുന്നില്ല. ഇതാ ഇവിടെ ഒരു പീരീഡ് പറയുകയാണ്, ഇതിൻ്റെ 1 സെക്കൻഡ് ആണ് പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡിൻ്റെ ഇൻവേഴ്സ് അല്ലേ ഫ്രീക്വൻസി? സോ 1 ഹെഡ്സ് അല്ലേ ഇതിൻ്റെ ഫ്രീക്വൻസി? ആണ്, 1 ഹെഡ്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. പക്ഷെ ആ 1 ഹെഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി മാത്രമല്ല ഇതിനകത്തുള്ളത്, പകരം ഈ 1 ഹെഡ്സിന്റെ എല്ലാ ഹാർമോണിക്സും ഇതിനകത്തുണ്ട്. എല്ലാ ഓഡ് ഹാർമോണിക്സ് എന്ന് വെച്ചാൽ 3 ഹെഡ്സ് ഉണ്ടാവും, 5 ഹെഡ്സ് ഉണ്ടാവും, 7 ഹെഡ്സ് ഉണ്ടാവും, 9 ഹെഡ്സ് ഉണ്ടാകും. അങ്ങനെ ഇതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ എല്ലാ ഓഡ് ഹാർമോണിക്സും ഈ വേവിനകത്തുണ്ടാകും. പക്ഷെ സൈൻ്റെയും കൊസൈൻ്റെയും പ്രത്യേകത, അവരുടെ ഫ്രീക്വൻസി 1000 ഹെഡ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് 1000 ഹെഡ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഫ്രീക്വൻസി ഒന്നുമില്ല. സിംഗിൾ ടോൺ, ഒറ്റ ഫ്രീക്വൻസി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെസ്സേജ് സിഗ്നലും കാരിയറും സിനുസോയിഡൽ ആണെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ടോൺ AM എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ കാരിയർ സിഗ്നൽ AM മോഡുലേഷനിൽ ഉപയോഗിക്കുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 550 കിലോ ഹെർട്സ് മുതൽ 1650 കിലോ ഹെർട്സ് വരെ ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു AM-ന്റെ മെസ്സേജ് സിഗ്നൽ ഫ്രീക്വൻസി പരമാവധി എത്രയാണ്? 5 കിലോ ഹെർട്സ് വരെ പരമാവധി മെസ്സേജ് സിഗ്നൽ AM-നകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ AM-ന്റെ കരിയറായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സിനുസോയിഡൽ വേവിൻ്റെ ഫ്രീക്വൻസിയും ഈ റേഞ്ചിനുള്ളിലായിരിക്കണം. 550 കിലോ ഹെർട്സ് മുതൽ 1650 കിലോ ഹെർട്സിന് ഇടയിലായിരിക്കണം AM മോഡുലേഷനിൽ ഉപയോഗിക്കുന്ന കാരിയറിൻ്റെ ഫ്രീക്വൻസി. ഇതും തീരുമാനിക്കുന്ന ആരാണ്? FCC ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ ചോദിക്കും, അതുകൊണ്ട് ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കുക. നമ്മൾ 2 വാല്യൂസ് പറഞ്ഞു, 5 കിലോ ഹെർട്സ് മെസ്സേജിൻ്റെ പരമാവധി ഫ്രീക്വൻസി, ദെൻ കാരിയറിൻ്റെ ഫ്രീക്വൻസി 550 കിലോ ഹെർട്സ് ടു 1650 കിലോ ഹെർട്സ്. ഇനി നോക്കിയേ, ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം. സോ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ മെസ്സേജ് സിഗ്നൽ. ഈ കാണിച്ചേക്കുന്നതാണ് മെസ്സേജ് സിഗ്നൽ. നോക്കി, ഇതൊരു ലോ ഫ്രീക്വൻസി സിഗ്നലാണ്.
ക്ലിയർ അല്ലേ ഇതിനകത്തൊന്നും ഇത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെന്ന്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും, നമ്മളൊരു ഹൈ ഫ്രീക്വൻസി കാരിയറുമായിട്ട് മിക്സ് ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലാണ്. അപ്പൊ ഇത് ഹൈ ഫ്രീക്വൻസി ആണെന്ന് എങ്ങനെ മനസ്സിലായി? നോക്കി, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇത് നോക്കി, ഇതിന്റെ ഒരു സൈക്കിൾ നോക്കി, ഇതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ വരെ. ഇത്ര ആവുമ്പോഴേ ഇതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ആ സമയം കൊണ്ട് ഇയാളുടെ എത്ര സൈക്കിൾ പോകുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 ഓൾമോസ്റ്റ് 10 സൈക്കിൾസ് ഇയാളുടെ പോകുന്നുണ്ട് ഈ കാരിയറിന്റെ. അപ്പൊ ഈ മെസ്സേജിന്റെ 10 ഇരട്ടിയാണ് ഇയാളുടെ ഫ്രീക്വൻസി. ഇപ്പോ ഇനി നോക്കിയേ, ഇനി എന്താ നമ്മൾ ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനകത്തേക്ക് ഈ മെസ്സേജ് സിഗ്നലിന്റെ അല്ലെ മെസ്സേജ് സിഗ്നലിനെ നിങ്ങൾ ഒളിപ്പിക്കുകയോ ചെയ്യുന്നത്. കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനകത്തേക്ക് മെസ്സേജ് സിഗ്നലിനെ ഒളിപ്പിക്കും. അതായത് ഈ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിന് അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യും. എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് നോക്കിയേ. ഇനിഷ്യലി മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. സോ ആ സമയത്ത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിന് എന്തെങ്കിലും ചേഞ്ച് വന്നോ? നോക്കിയേ, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സൈക്കിൾ നോക്കി, ഫസ്റ്റ് സൈക്കിൾ ആ സമയത്ത് മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. വലിയ ചേഞ്ച് ഒന്നും മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഇല്ല. ആ സമയത്ത് നിങ്ങൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ശ്രദ്ധിച്ചാൽ അതിനും കാര്യമായ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് കാണാം. അതേസമയം ഇവിടെ നോക്കിയേ, ഈ പോയിന്റിൽ എത്തുമ്പോൾ നോക്കിയേ മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് പരമാവധി വാല്യൂയിലാണ്. ഇവിടെ നോക്കിയേ, ആ സമയത്തുള്ള കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കിയേ, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആ സമയത്ത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂയിലെത്തി. സോ മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് പരമാവധി ആവുമ്പോൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും പരമാവധിയാണ്. ദെൻ വീണ്ടും മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. അതിനനുസരിച്ച് നോക്കിയേ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ആവും. അപ്പൊ എന്ത് പറ്റും? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ കുറഞ്ഞു പോകുന്നു. വീണ്ടും മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ശരിക്കും ഈ ബ്ലൂ ലൈൻ ഇവിടെ ഇല്ല. അത് നിങ്ങളെ മനസ്സിലാകാൻ വേണ്ടി വരച്ചേക്കുന്നതാണ് ഈ ബ്ലൂ ലൈൻ, അല്ലാതെ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കാരിയറിന്റെ എൻവലപ്പ് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ എൻവലപ്പ് നോക്കുകയാണെങ്കിൽ അത് മെസ്സേജ് സിഗ്നൽ ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എൻവലപ്പ് മെസ്സേജ് സിഗ്നൽ ആണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ ഈ ബ്ലൂ ലൈൻ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആക്ച്വലി ഈ ബ്ലൂ ലൈൻ ഇല്ല ഇവിടെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ക്ലിയർ ആണ്, കരിയറിൻ്റെ എൻവലപ്പ് നോക്കുമ്പോൾ ക്ലിയർ ആണ് അത് മെസ്സേജ് സിഗ്നൽ തന്നെയാണ് ഈ കരിയറിൻ്റെ എൻവലപ്പായിട്ട് കാണുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആണ്. അതുപോലെ നിങ്ങൾ ഓരോ പോയിന്റും നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തുള്ള കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണ് ആ സമയത്തുള്ള മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചാണ് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് we are changing the amplitude of the carrier in accordance with the instantaneous amplitude of the message signal. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് നിങ്ങൾ നോക്കുമ്പോൾ ആ സമയത്തുള്ള മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും കൂടും. ആ സമയത്തുള്ള മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും കുറയും. അപ്പൊ നോക്കിയേ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇത് കിട്ടിക്കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ എൻവലപ്പ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ എംബഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ എൻവലപ്പിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി സിംഗിൾ ടോൺ AM. സിംഗിൾ ടോൺ AM എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജ് സിഗ്നലും കരിയർ സിഗ്നലും രണ്ടും സിനുസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് നമ്മൾ AM മോഡുലേഷൻ ചെയ്യുന്നത്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മെസ്സേജ് സിഗ്നലിനെ ഇവിടെ സിംഗിൾ ടോൺ AM മോഡുലേഷനകത്ത് മെസ്സേജ് സിഗ്നൽ എങ്ങനെയായിരിക്കും? സിനുസോയിഡൽ സിഗ്നൽ ആയിരിക്കും. കരിയർ സിഗ്നൽ പിന്നെ എല്ലാ AM മോഡുലേഷനിലും കരിയർ സിഗ്നൽ എങ്ങനെയായിരിക്കും? സിനുസോയിഡൽ സിഗ്നൽ ആയിരിക്കും. സൈൻ അല്ലെങ്കിൽ കൊസൈൻ വേവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് മെസ്സേജ് സിഗ്നലിനെ M(t) എന്ന് റെപ്രസെന്റ് ചെയ്യാം. മെസ്സേജ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ M എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, M(t). നോക്കിയേ, ഇതൊരു
സിനുസോയിഡൽ സിഗ്നൽ ആയിരിക്കുമല്ലോ. ഒരു കൊസൈൻ വേവ് ഫോം ആണ് മെസ്സേജ് സിഗ്നൽ. ദാ മെസ്സേജ് സിഗ്നലിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. Vm cos 2π fmt. Vm എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. Fm എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. അതുപോലെ കാരിയർ സിഗ്നലിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് കാരിയർ സിഗ്നലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരിയർ ആയതുകൊണ്ട് അതിനെ C(t) എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ഫോർമുല നോക്കിയേ, Vc cos 2π fct. Vc എന്ന് പറയുന്നത് കാരിയറിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, Fc എന്ന് പറയുന്നത് കാരിയറിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ നോക്കിയേ, മെസ്സേജ് സിഗ്നലും കൊസൈൻ വേവ് ഫോം ആണ്, കാരിയർ സിഗ്നലും കൊസൈൻ വേവ് ഫോം ആണ്. സിംഗിൾ ടോൺ അയൺ മോഡുലേഷൻ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മെസ്സേജും കൊസൈൻ ആയിരിക്കും, കാരിയറും കൊസൈൻ ആയിരിക്കും. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? എ മോഡുലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണ് നമ്മൾ എ മോഡുലേഷൻ ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ ഞാൻ ചെയ്തേക്കുന്നത്? ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനോട് കൂടി മെസ്സേജ് സിഗ്നലും കൂടെ ആഡ് ചെയ്തേക്കാൾ. നമ്മൾ എ മോഡുലേഷൻ ചെയ്യുന്നതാ, മെസ്സേജ് സിഗ്നലിനെ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനകത്ത് ഒളിപ്പിക്കുക ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് Vcയുടെ കൂടെ നമ്മൾ ഈ മെസ്സേജ് സിഗ്നലിനെയും കൂടെ ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ എ മോഡുലേഷൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് Vcയുടെ കൂടെ മെസ്സേജ് സിഗ്നലിനോട് ചെയ്തു. ഇത്രയും ചെയ്താൽ എ മോഡുലേഷൻ ആയി. സോ എ മോഡുലേറ്റഡ് വേവ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്, Vc പ്ലസ് m(t) × cos 2π fct. അല്ലാതെ എ മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാരിയറിന്റെ ഫ്രീക്വൻസിക്ക് വല്ല മാറ്റവും വരുമോ? ഇല്ല, കാരിയറിന്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ എന്തിനാ മാറ്റം വരുന്നത്? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് മെസ്സേജ് സിഗ്നലിനനുസരിച്ച് മാറ്റം വരുന്നത്. ഇവിടെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡായ Vc മെസ്സേജ് സിഗ്നലിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞേക്കുക. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുമ്പോൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് Vc പ്ലസ് Vm ആവും. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് Vm ആവുമ്പോഴോ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് Vc മൈനസ് Vm ആവും. അപ്പൊ നോക്കി, മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം Vm ആവുമ്പോൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും. മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് Vm ആവുമ്പോൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എ മോഡുലേറ്റഡ് വേവ് ഫോമിനകത്തും കണ്ടത്. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എക്സ്പ്രഷൻ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ഇതാണ് നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. S(t) = Vc പ്ലസ് m(t) cos 2π fmt. ഇത് cos 2π fct. ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഞാൻ ഈ m(t)യുടെ സ്ഥാനത്ത്, m(t) എന്താ? മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന്റെ ഇക്വേഷൻ എന്താ? Vm cos 2π fmt. ഇതാണ് മെസ്സേജ് സിഗ്നൽ. അപ്പൊ ഈ m(t)യുടെ സ്ഥാനത്ത് ഞാൻ Vm cos 2π fmt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ എന്താ മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിച്ചേ. Vc പ്ലസ് m(t)യുടെ സ്ഥാനത്ത് ഞാൻ Vm cos 2π fmt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. Vm cos 2π fmt. എന്താ ഞാൻ ചെയ്തത് നോക്കിയേ, ഈ m(t)യുടെ സ്ഥാനത്ത് m(t)യുടെ ആക്ച്വൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻടു cos 2π fct. ഇങ്ങനെയായി മാറിയല്ലോ ഇക്വേഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചേ, ഈ ബ്രാക്കറ്റിനകത്തുനിന്ന് ഞാൻ Vc, അതായത് കാരിയറിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ Vcയെ ഞാൻ പുറത്തെടുക്കാൻ പോവാണ്. സോ നോക്കിയേ, Vcയെ ഞാൻ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാൻ പോവാം. Vc കോമൺ ആയിട്ട് വെളിയിൽ എടുത്താൽ ഇവിടെ എന്താ വരിക? 1 പ്ലസ് ഇവിടെ എന്താ വരിക? Vm/Vc. ഇവിടെ Vc ഇല്ലായിരുന്നു, പക്ഷെ ഇല്ലായിരുന്നിടത്തുനിന്ന് Vc പുറത്തെടുത്താൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ Vc വരും. Vm/Vc ഇൻടു cos 2π fmt cos 2π fmt ഇൻടു cos 2π fct. സോ ഈ മാറ്റം ഇതിനകത്ത് വന്നു. ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കുക, എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് നോക്കുക. ഈ ഡെറിവേഷൻ ഒന്നും നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിനൊന്നും ചോദിക്കില്ല. പിന്നെ എന്താ വ്യത്യാസം? നമ്മളിത് എന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി ഡെറിവേഷൻ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ Vm/Vc ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന Vm/Vc, ഇതാ ഈ ടേം.
ഈ വി എം ബൈ വി സിയെ ഞാൻ എം എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ആരെയാ? വി എം ബൈ വി സിയെ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. വി എം ബൈ വി സി ഈക്വൽ ടു എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? വി സി ഇൻറ്റു 1 പ്ലസ് വി എം ബൈ വി സി ബിക്കം എം, എം ഇൻറ്റു കോസ് 2 പൈ എഫ് എം ടി, കോസ് 2 പൈ എഫ് എം ടി into cos 2 pi f c t into cos 2 pi f c t. So ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. നോക്കിയേ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഇത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ എം എന്ന് പറയുന്ന പുതിയൊരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എം എന്താണ്? വി എം ബൈ വി സി ആണ്. ഈ എമ്മിനെയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ്, എത്ര ശതമാനം മോഡുലേഷൻ നടന്നു അല്ലെങ്കിൽ എത്ര മോഡുലേഷൻ നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഈ എമ്മിനെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എ എം എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എ എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി എം ബൈ വി സി കണ്ടുപിടിച്ചാൽ മതി. വി എം ബൈ വി സി ആണ് മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എ എം. വി എം ബൈ വി സി. വി എം എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. വി സി എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ. അപ്പോൾ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മെസ്സേജ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ കാരിയറിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എ എമ്മിന്റെ ഫൈനൽ ഇക്വേഷൻ. എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വി സി ഇൻറ്റു 1 പ്ലസ് എം കോസ് 2 പൈ എഫ് എം ടി ഇൻറ്റു കോസ് 2 പൈ എഫ് സി ടി. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിനകത്ത് എം എന്താണ്? എം ഇസ് കോൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. എമ്മിന്റെ വാല്യൂ എന്താണ്? എം ഈക്വൽ ടു വി എം ബൈ വി സി. അപ്പൊ ഇതെപ്പോഴും ഓർത്തിരിക്കണം. ഇത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ. ദാ എ എമ്മിന്റെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിറൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ എപ്പോഴും നല്ലത്. നമ്മൾ ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കേണ്ടി വരില്ല. പക്ഷെ ഇനി അഥവാ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഫൈനൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതാണ് എ എം മോഡുലേറ്റഡ് വേവിന്റെ ഫൈനൽ ഇക്വേഷൻ, where m is called modulation index and m ന്റെ വാല്യൂ എന്താണ്? m equal to vm by vc. ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. അത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. m equal to vm by vc. ഇനി ഈ ഇതിന്റെ സ്പെക്ട്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിന് 2 സൈഡ് ബാൻഡുകൾ ഉണ്ട് എന്ന് മനസ്സിലാവും. സൈഡ് ബാൻഡിലാണ് ഇൻഫർമേഷൻ ഉള്ളതെന്ന് മനസ്സിലാകും. ഒപ്പം ഇതിന്റെ ബാൻഡ് വിഡ്ത്ത്, എമ്മിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 into FM ആണെന്ന് മനസ്സിലാവും. അപ്പൊ എങ്ങനെയാണ് സ്പെക്ട്രം നോക്കി ഇത് മനസ്സിലാവുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇതിന് 2 സൈഡ് ബാൻഡുകൾ ഉണ്ട് എന്ന് മനസ്സിലാവും. ഒപ്പം ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? എമ്മിന്റെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 2FM. 2FM എന്ന് പറഞ്ഞാൽ FM എന്താണ്? മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. തന്നിരിക്കുന്ന മെസ്സേജ് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് FM. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ടോൺ എമ്മിനെ പറ്റിയാണ്. അതായത് നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിനുസോയിഡൽ സിഗ്നൽ. അതിനകത്ത് ഇപ്പോൾ ഒരു ഫ്രീക്വൻസിയെ കാണുള്ളൂ. അപ്പൊ FM എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് ഈ കേസിൽ നമുക്ക് പറയാം. ജനറലി പറയുകയാണെങ്കിൽ ഒന്നിലധികം ഫ്രീക്വൻസീസ് മെസ്സേജ് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2FM എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. കാരണം സിംഗിൾ ടോൺ AM ആണ്. സിംഗിൾ ടോൺ AMൽ മെസ്സേജ് സിഗ്നലിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയുടെ ടോയ്സ് ആയിരിക്കും AMന്റെ ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് വന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെങ്ങനെയാണ് വന്നത്, ഇക്വേഷൻ വന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. 2 ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ആ 2 ഇക്വേഷനും ഓർത്തിരിക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു vm by vc, then bandwidth of am is 2FM. ആ 2 ഇക്വേഷനും ഓർത്തിരുന്നാൽ മതി.
നമ്മൾ ഇതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്, എങ്ങനെയാണ് ഇതിന്റെ സ്പെക്ട്രം വരച്ചതെന്നൊക്കെ. അപ്പൊ നമ്മുടെ എമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ എമ്മിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് എങ്ങനെയാണ് സ്പെക്ട്രം വരയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എസ് ഓഫ് ടി ഓഫ് എം ഈസ് ഈക്വൽ ടു, എമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി സി ഇൻറ്റു 1 പ്ലസ് എം കോസ് 2 പൈ എഫ് എം ടി ഇൻറ്റു കോസ് 2 പൈ എഫ് സി ടി. ഇതായിരുന്നല്ലോ എമ്മിന്റെ ഇക്വേഷൻ. എമ്മിന്റെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെത്തിയത് ഇവിടെയാണ്. ഇനി നോക്കിയേ, ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഞാൻ ഈ വി സിയെയും കോസ് 2 പൈ എഫ് സി ടിയെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിയേ. ഫസ്റ്റ് ടൈം എന്താവും? 1ന്റെ കൂടെ വി സി മൾട്ടിപ്ലൈ ചെയ്യും, കോസ് 2 പൈ എഫ് സി ടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താവും? വി സി കോസ് 2 പൈ എഫ് സി ടി പ്ലസ് ഇങ്ങോട്ട് വരും എം ഇൻറ്റു വി സി കോസ് 2 പൈ എഫ് എം ടി ഇൻറ്റു കോസ് 2 പൈ എഫ് സി ടി. ഇങ്ങനെയായി മാറി, ഇക്വേഷൻ ഇങ്ങനെ മാറി. എന്താ ഞാൻ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഈ വി സിയെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, കോസ് 2 പൈ എഫ് സി ടിയെയും ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ദാ ഫസ്റ്റ് ടൈമിനെ അതുപോലെ തന്നെ ഇട്ടേക്കാണ്, വി സി കോസ് 2 പൈ എഫ് സി ടി. ഈ ടൈമിനെ അതുപോലെ തന്നെ ഇട്ടേക്കാണ്. പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു റീഅറേഞ്ച്മെന്റ് നടത്താൻ പോവാണ്. എം ഇൻറ്റു വി സി ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാൻ പോവാണ്, ഒപ്പം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാൻ പോവാണ്. കോസ് 2 പൈ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ആ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഇനി വീണ്ടും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടൈമിന് ഒരു മാറ്റവും വരുത്തുന്നില്ല, അത് അതുപോലെ തന്നെ എഴുതിയിട്ടേക്കാണ്. വി സി ഇൻറ്റു കോസ് 2 പൈ എഫ് സി ടി പ്ലസ് എം വി സി ബൈ 2. ഇനി ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഭാഗം ഇത്രയും ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. 2 ഇൻറ്റു കോസ് 2 പൈ എഫ് എം ടി കോസ് 2 പൈ എഫ് സി ടി. ഇത് 2 കോസ് എ കോസ് ബി എന്നുള്ള ഫോമിലല്ലേ? ആണ്. 2 കോസ് എ കോസ് ബി അതെന്ന് പറഞ്ഞാൽ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണല്ലോ. 2 കോസ് എ കോസ് ബി എന്ന് പറയുന്നത് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണല്ലോ. അത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ദാ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ബ്രാക്കറ്റിനകത്ത് കോസ് എ പ്ലസ് ബി കോസ് 2 പൈ എഫ് എം പ്ലസ് എഫ് സി ഇൻറ്റു ടി പ്ലസ് കോസ് 2 പൈ എഫ് സി മൈനസ് എഫ് എം ഇൻറ്റു ടി. കോസ് എ പ്ലസ് ബി എന്താ ഞാൻ എഫ് സി മൈനസ് എഫ് എം എഴുതിയത്? സാർ എന്താ എഫ് എം മൈനസ് എഫ് സി എന്ന് എഴുതാത്തത്? കാരണം നിങ്ങൾക്ക് അറിയാം എഫ് സി ആണ് ലാർജർ വാല്യൂ അല്ലേ? എഫ് സി അല്ലേ ലാർജർ വാല്യൂ? കാരിയറിന്റെ ഫ്രീക്വൻസി അതാണ് ഹയർ വാല്യൂ. എഫ് എം എന്ന് പറയുന്ന മെസ്സേജിന്റെ ഫ്രീക്വൻസിയാണ്, മാക്സിമം 5 kHz വരെ വരത്തുള്ളൂ. എ എമ്മിൽ കാരിയറിന്റെ ഫ്രീക്വൻസിയോ 1550 മുതൽ 1650 kHz വരെയുള്ള ഫ്രീക്വൻസി ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും എഫ് എം മൈനസ് എഫ് സി എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് എഫ് എമ്മിന്റെ എ എമ്മിന്റെ ഫൈനൽ ഇക്വേഷൻ. എ എമ്മിന്റെ ഫൈനൽ ഇക്വേഷൻ. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾ നോക്കി ഇതിന്റെ സ്പെക്ട്രം വരയ്ക്കണം. സ്പെക്ട്രം വരയ്ക്കണം. എങ്ങനെയാണ് സ്പെക്ട്രം വരയ്ക്കുന്നത്? അതായത് ഇതിന്റെ ഫൊറിയർ സീരീസ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഫൊറിയർ സീരീസ് സിഗ്നൽസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ക്വിക്കായിട്ട് റിഫ്രഷ് ചെയ്യാം. ഇതാ നോക്കിയേ, എനിക്ക് കോസ് 2 പൈ എഫ് ടി ഇതിന്റെ എഫ് നോട്ട് ടി ഇതിന്റെ ഫൊറിയർ സീരീസ് നിങ്ങൾക്ക് ഇതിന്റെ സ്പെക്ട്രം വരയ്ക്കണമെങ്കിൽ ഇതിന്റെ ഫൊറിയർ സീരീസ് എങ്ങനെയായിരിക്കും? ദിസ് ഈസ് ഇതിന്റെ ഫൊറിയർ സീരീസ് അല്ല, ഫൊറിയർ ട്രാൻസ്ഫോം. ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് 1/2 ഇൻറ്റു ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് നോട്ട് പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് നോട്ട്. ഇതാണ് ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇത് നിങ്ങൾ സിഗ്നൽസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണെന്ന് സിമ്പിൾ ആണ്. കോസ് 2 പൈ എഫ് നോട്ട് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജെ 2 പൈ എഫ് നോട്ട് ടി പ്ലസ് ഇ റേസ് ടു -2 ജെ പൈ എഫ് നോട്ട് ടി എന്നാണ് കിട്ടുക, ഡിവൈഡഡ് ബൈ 2. അതായത് ഒന്നുകൂടെ പറയാം, കോസ് 2 പൈ എഫ് നോട്ട് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജെ 2 പൈ എഫ് നോട്ട് ടി
പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ 2πf0t ഡിവൈഡഡ് ബൈ 2. ഇതാണ് cos 2πf0t. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പോണൻഷ്യൽ ആയിട്ട് എഴുതിയതിനു ശേഷം അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയേ 1 ഇൻറ്റു ഇ റൈസ് ടു ജെ 2πf0t, ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ, 1ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടിട്ട് അതിനെ ഫ്രീക്വൻസി ഷിഫ്റ്റ് നടത്തിയാൽ മതി. 1ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ, ഡെൽ ഓഫ് എഫ് ആണ്. അപ്പോൾ 1 ഇൻറ്റു ഇ റൈസ് ടു ജെ 2πf0tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ, ഡെൽ ഓഫ് എഫ് മൈനസ് f0 ആണ്. അതുപോലെ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 2πf0tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ, ഡെൽ ഓഫ് എഫ് പ്ലസ് f0 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് എത്തിയത്. സിഗ്നൽസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ cos 2πf0t എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇനി ഇവിടെ വി സി ഇൻറ്റു cos 2πf0t ആണെങ്കിലോ ഇത് വി സി ബൈ 2 ഡെൽ ഓഫ് എഫ് മൈനസ് f0 പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് f0 ആവും. അപ്പൊ അത് തന്നെ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇതെന്താ വി സി cos 2πfct ആ. ഇവിടെ f0ന്റെ സ്ഥാനത്ത് fc ആണെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലോ f0ന്റെ സ്ഥാനത്ത് fc പ്ലസ് fm ആണ്. ഇവിടെ ആണെങ്കിൽ f0ന്റെ സ്ഥാനത്ത് fc മൈനസ് fm ആണ്. അപ്പൊ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഴുതാൻ പറ്റും. ഫൊറിയർ ട്രാൻസ്ഫോം എഴുതി കഴിഞ്ഞാൽ സ്പെക്ട്രോം പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഞാനൊന്ന് എഴുതി കാണിക്കാം. വി സി cos 2πfct ഫൊറിയർ ട്രാൻസ്ഫോം വി സി ബൈ 2 ഇൻറ്റു ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി. ഇതാണ് ഇതിലെ ആദ്യത്തെ ടൈമായ വി സി ബൈ 2ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോറി, വി സി cos 2πfcയുടെ ഫൊറിയർ ട്രാൻസ്ഫോം പ്ലസ് ഇനി അടുത്ത ടൈം ഏതാ, എം വി സി ബൈ 2. സോ ഓൾറെഡി എം വി സി ബൈ 2 ആണ്. സോ അപ്പൊ എന്ത് വരും, എം വി സി ബൈ 4 ആവും. കാരണം എന്താ, cos 2πf0tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെ എഴുതിയത്, 1/2 ഇൻറ്റു ഡെൽ ഓഫ് എഫ് മൈനസ് f0 പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് f0 എന്നാ. ഇവിടെ അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി ഉള്ള മാഗ്നിറ്റ്യൂഡിന്റെ ഹാഫ് ആവുന്നുണ്ട് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ള മാഗ്നിറ്റ്യൂഡ്, അതുകൊണ്ടാണ് ഇവിടുത്തെ വി സി ബൈ 2 ആയിട്ട് മാറിയത്. ഇവിടുത്തെ ഓൾറെഡി ഉള്ള മാഗ്നിറ്റ്യൂഡ് എം വി സി ബൈ 2 ആ. അത് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ അത് നേരെ പകുതിയാവും. അപ്പൊ എന്ത് പറ്റും, എം വി സി ബൈ 4 ആവും. സോ എം വി സി ബൈ 4 ഇൻറ്റു ആദ്യത്തെ ടൈം നോക്കിയേ cos 2πfm പ്ലസ് എഫ് സി ഇൻറ്റു ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ f0ന്റെ സ്ഥാനത്ത് എന്ത് പറ്റി, fm പ്ലസ് എഫ് സി വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് പറ്റും, ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം പ്ലസ് ഡെൽ ഓഫ് ആദ്യത്തെ ടൈമിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഇതിന്റെ ബാക്കി ഞാൻ താഴോട്ട് എഴുതാം. ഇതിന്റെ ബാക്കി താഴോട്ട് എഴുതാം. പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി പ്ലസ് എഫ് എം പ്ലസ് ഇനി അടുത്ത രണ്ടാമത്തെ ടൈമിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് എന്താണ്, ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി മൈനസ് എഫ് എം. ഇതാണ് ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നോക്കിയേ എത്ര ടൈം ഉണ്ടെന്ന് നോക്കിയേ, ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി, ദെൻ ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി പ്ലസ് എഫ് എം പ്ലസ് ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി മൈനസ് എഫ് എം. അപ്പൊ ഇനി ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഒന്ന് വരച്ചു നോക്കിയേ ഇതെല്ലാം എന്താ സംഭവിക്കുക, എഫ് മൈനസ് എഫ് സി, ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി എന്ന് പറഞ്ഞാലോ അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ഒറിജിനിൽ നിന്നുള്ള റൈറ്റ് ഷിഫ്റ്റഡ് ടേം ആണ് ഈ കാണുന്നത്, ലെഫ്റ്റ് ഷിഫ്റ്റഡ് ടേം ആണ് ഈ കാണുന്നത്. ഇതൊക്കെയോ എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം റൈറ്റ് ഷിഫ്റ്റഡ് ടേം ആണ്. എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം റൈറ്റ് ഷിഫ്റ്റഡ് ടേം ആണ്. ഇതെല്ലാം ലെഫ്റ്റ് ഷിഫ്റ്റഡ് ടേം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ ഇക്വേഷൻ, ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഫൈനൽ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഞാൻ ഇനി ഇത് വെച്ചിട്ട് സ്പെക്ട്രം വരയ്ക്കാൻ പോവാണ്. നോക്കിയേ ഇതിനകത്ത് എത്ര ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 4 5 6 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്. അതെങ്ങനെയാണ് സ്പെക്ട്രം വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കുക. ഇതിന്റെ സ്പെക്ട്രം ഞാൻ വരയ്ക്കാൻ പോവാണ്.
ഈ മോഡുലേറ്റഡ് വേവിന്റെ സ്പെക്ട്രം വരയ്ക്കാൻ പോകണം. ഇതാ ഫ്രീക്വൻസിയുടെ ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, ഇനി നോക്കിയേ റൈറ്റിലോട്ട് ഏതൊക്കെ ടേമാണ് ഉള്ളത്? എഫ് മൈനസ് എഫ് സി, എഫ് പ്ലസ് എഫ് സി. അപ്പോൾ റൈറ്റിലോട്ട് ഏതൊക്കെ ടേം ആയിരുന്നു ഉള്ളത്? എഫ് മൈനസ് എഫ് സി, എഫ് പ്ലസ് എഫ് സി. ഇതാണ് എഫ് സി. ഓക്കെ, എഫ് സി. ഇനി എന്താ? ഇത് കരിയറാണ്. ഇനി ഇവിടെ വേറെ ഏതൊക്കെ ടേമുകളാണ് ഉള്ളത്? റൈറ്റിലോട്ടുള്ളത് എഫ് മൈനസ് എഫ് സി. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും എഫ് സി യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഒറിജിനിൽ നിന്നും എഫ് സി യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി ആണ് ഞാൻ വരച്ചത്. ഇതുപോലെ നമുക്ക് അടുത്ത ടൈം ഏതായിരുന്നു? ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി. അത് റൈറ്റ് ഷിഫ്റ്റ് ആണോ ചെയ്യുന്നത്? അല്ല, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. എഫ് പ്ലസ് എഫ് സി എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഫ് സി യൂണിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് മൈനസ് എഫ് സി. ഇതാണ് എഫ് മൈനസ് എഫ് സി, ഇത് എഫ് പ്ലസ് എഫ് സി. ഇനി എന്താ ഉള്ളത്? ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം ഉണ്ട്. ഡെൽ ഓഫ് എഫ് മൈനസ്, പിന്നെ ഇവരുടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് അതും കൂടെ മാർക്ക് ചെയ്ത്. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? വി സി ബൈ ടു. ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? വി സി ബൈ ടു. ഇനി നോക്കിയേ, ഇനി അടുത്തായിട്ടുള്ള ടൈം ഏതാ? ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോണ്. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം ഇവിടെ മാർക്ക് ചെയ്യാണ്. നോക്കുക, ഇതിന്റെ മാഗ്നിറ്റ്യൂഡോ എം വി സി ബൈ ടു. എം വി സി ബൈ ടു ആയിരുന്നു, എം വി സി ബൈ ഫോർ. ഓക്കെ, എം വി സി ബൈ ഫോർ ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടുത്തെ ഫ്രീക്വൻസി ഏതാ? ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് എഫ് എം, എഫ് സി പ്ലസ് എഫ്. ഇനി വേറെ ഏതാ ഉള്ളത്? ലെഫ്റ്റിലോട്ടും ഉണ്ട്. ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി പ്ലസ് എഫ് എം ഉണ്ട്. ലെഫ്റ്റിലോട്ട് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി പ്ലസ് എഫ് എം ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എത്രയാ? എം വി സി ബൈ ഫോർ. ഇവിടെ എഫ് സി പ്ലസ് എഫ് എം മൈനസ് ഓഫ് എഫ് സി പ്ലസ് എഫ് എം. ഇനി അടുത്ത ഏതാ ഉള്ളത്? ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം, അതാണ് അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം. അതെവിടെ വരും? എഫ് മൈനസ് എഫ് സി മൈനസ് എഫ് എം, എഫ് സി മൈനസ് എഫ് എം. മാഗ്നിറ്റ്യൂഡോ എം വി സി ബൈ ഫോർ. രണ്ടും സെയിം ആയിരിക്കും. എം വി സി ബൈ ഫോർ. ഇവിടെ ഉണ്ട് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി മൈനസ് എഫ് എം ഉണ്ട്. ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി മൈനസ് എഫ് എം. മാഗ്നിറ്റ്യൂഡ് ഇവിടെ എം വി സി ബൈ ഫോർ. ഇത് മൈനസ് ഓഫ് എഫ് സി മൈനസ് എഫ്. സോ ഇതാണ് എമിന്റെ സ്പെക്ട്രം. അപ്പൊ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ അറിയണമെന്നില്ല, നമ്മൾ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. എമിന്റെ സ്പെക്ട്രം എങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ് എന്നൊന്നും അറിയണ്ട. എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ടതെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് എമിന്റെ സ്പെക്ട്രം. നമ്മൾ പറഞ്ഞ പോലെ 6 കമ്പോണന്റ് ഇതിനകത്തില്ലേ? 6 ഫ്രീക്വൻസി കമ്പോണന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ? ഇത് ഇതിന്റെ റൈറ്റ് ഷിഫ്റ്റഡ് ഭാഗം, ഇത് ലെഫ്റ്റ് ഷിഫ്റ്റഡ് ഭാഗം. ഇത് 6 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഈ നെഗറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നെഗറ്റീവ് ഫ്രീക്വൻസി ഇല്ല. നമ്മൾ നോർമലി നിങ്ങൾ ചിലപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഫിഗർ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിന്റെ ഒരു റെപ്ലിക്കയാണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 സൈഡും കിട്ടും. ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്താലും നമുക്ക് ഫുൾ ഇൻഫർമേഷനും കിട്ടും. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാ നമ്മുടെ മെസ്സേജ് സിഗ്നൽ കിടക്കുന്നത്? ഇത് നോക്കി, ഇതെന്താണ്? ഇത് കരിയർ മാത്രമാണ്. ഈ കാണിച്ചേക്കുന്ന ഈ റെഡ് ലൈൻ നിങ്ങൾ നോക്കി, അതിൽ കരിയറിന്റെ ഫ്രീക്വൻസിയും കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. ആ ഫ്രീക്വൻസി കമ്പോണന്റിൽ മെസ്സേജിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിനകത്ത് മെസ്സേജ് ഇല്ല. ഇനി ഇവിടെ നോക്കിയേ,
ഇതിനെ നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് എന്നാണ് പറയുന്നത്. ഹയർ ഫ്രീക്വൻസി ഉള്ള ബാൻഡാണല്ലോ ഇത്. FC+FM വലിയ ഫ്രീക്വൻസി ആണ്. ഇതിനെ നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് എന്നാണ് പറയുന്നത്. ഈ സൈഡ് ബാൻഡുകൾ രണ്ടെണ്ണം, കരിയറിന്റെ രണ്ട് സൈഡിലുള്ള ഫ്രീക്വൻസികൾ, അതിനെയാണ് നമ്മൾ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഹയർ ഫ്രീക്വൻസി ഉള്ള സൈഡ് ബാൻഡിനെ അപ്പർ സൈഡ് ബാൻഡ് എന്നും പറയും. ഇയാളെ USB അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയും. അതുപോലെ ലോവർ ഫ്രീക്വൻസി, കരിയറിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആണല്ലോ ഇവിടെ ഉള്ളത്, FC-FM, ഇയാളെ നമ്മൾ LSB എന്നും പറയും. ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡും. അപ്പൊ ഈ സൈഡ് ബാൻഡുകളിലാണ് ശരിക്കും നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഉള്ളത്. ഓക്കെ, സൈഡ് ബാൻഡുകളിൽ മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്, ഒപ്പം മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആയ FM ഉണ്ട്. അപ്പൊ സൈഡ് ബാൻഡുകളിലാണ് ശരിക്കും നമ്മുടെ മോഡുലേറ്റ് ചെയ്ത മെസ്സേജ് വേവ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൈഡ് ബാൻഡുകളെ ട്രാൻസ്മിറ്റ് ചെയ്താലും മതി, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവിടെ ചെല്ലാൻ ശരിക്കും ഈ കരിയറിന്റെ നിങ്ങൾ മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സൈഡ് ബാൻഡുകളായാലും മതി. അപ്പൊ ഈ കരിയർ പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം അതൊരു ഇൻഫർമേഷനും മെസ്സേജിനെയും ക്യാരി ചെയ്യുന്നില്ല, വെറുതെ ഇതിൻ്റെ കൂടെ പോവാണ്, ഒരു മെസ്സേജിനെ അയാൾ ക്യാരി ചെയ്യുന്നില്ല. അപ്പൊ അത് ശരിക്കും നഷ്ടമാണ്. എങ്കിലും നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ. അപ്പൊ മെസ്സേജ് കിടക്കുന്നത് ഈ അപ്പർ സൈഡ് ബാൻഡിലും ലോവർ സൈഡ് ബാൻഡിലുമാണ്. അപ്പൊ ഇനി ഇതിന്റെ ഈ ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്തില്ലാലും കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലെ ഭാഗം നമ്മൾ വരയ്ക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ഫ്രീക്വൻസികൾ മാത്രം കൺസിഡർ ചെയ്താലും മതി. അപ്പൊ ഇത്രയും മാത്രം 3 ഫ്രീക്വൻസി കമ്പോണന്റ് മാത്രം കൺസിഡർ ചെയ്താലും മതി. ഇനി നിങ്ങളോട് AM-ന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി ആണല്ലോ ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ബാൻഡ് വിഡ്ത്ത് ഓഫ് AM ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിനകത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ? FC+FM ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി, FC+FM. ലോവസ്റ്റ് ഫ്രീക്വൻസി ഏതാ? FC-FM ആണ് ലോവസ്റ്റ് ഫ്രീക്വൻസി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ FH-FL, ഹയസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി, ഇത് ചെയ്താൽ എത്ര കിട്ടുന്നത്? 2FM. ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM = 2FM എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തിയത്. ഞാൻ നേരത്തെ സ്ലൈഡിൽ നിങ്ങളെ കാണിച്ചായിരുന്നു ബാൻഡ് വിഡ്ത്ത് ഓഫ് AM. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 × മാക്സിമം ഫ്രീക്വൻസി ഓഫ് മെസ്സേജ് സിഗ്നൽ ആണ് AM-ന്റെ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെ കിട്ടി? സ്പെക്ട്രം വരയ്ക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിലുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് തന്നിരിക്കുന്ന AM മോഡുലേറ്റഡ് വേവിനകത്തുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്, ലോവസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്, അപ്പർ സൈഡ് ബാൻഡ് ഏതാണ്? അപ്പർ സൈഡ് ബാൻഡും ഹയസ്റ്റ് ഫ്രീക്വൻസി ഒന്നാണ്, FC+FM. ലോവർ സൈഡ് ബാൻഡും ലോവസ്റ്റ് ഫ്രീക്വൻസി ഒന്നാണ്, FC-FM. ഇത് സിംഗിൾ ടോൺ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ലോവർ സൈഡ് ബാൻഡിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി ഒന്നാണെന്നൊക്കെ. മൾട്ടി ടോൺ AM മോഡുലേഷൻ ആയിരുന്നെങ്കിലോ ഇവിടെ ഇങ്ങനെ ഒരു വേവ് ആയിട്ട് ആയിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്, ഈ റേഞ്ചിലുള്ള ഫുൾ ഫ്രീക്വൻസീസും അതിനകത്ത് ഉണ്ടായിരുന്നേനെ, AM മോഡുലേറ്റഡ് വേവിനകത്ത് ഉണ്ടായിരുന്നേനെ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച്, ഇതിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി എത്രയാ? ഈ AM മോഡുലേറ്റഡ് വേവിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി കരിയറിന്റെ ഫ്രീക്വൻസി പ്ലസ് മെസ്സേജിന്റെ ഫ്രീക്വൻസി, അതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി പ്രസന്റ് ഇൻ AM മോഡുലേറ്റഡ് വേവ്. ലോവസ്റ്റ് ഫ്രീക്വൻസി പ്രസന്റ് ഇൻ AM മോഡുലേറ്റഡ് വേവോ കരിയറിന്റെ ഫ്രീക്വൻസി മൈനസ് മെസ്സേജ് സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി, അതാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദിസ് AM മോഡുലേറ്റഡ് വേവ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ VC/2 പകരം അവർ സ്പെക്ട്രം കാണിച്ചേക്കുന്നത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഇവിടെ VC എന്നായിരിക്കും കാണിച്ചേക്കുന്നത്, ഇവിടെ MVC/4 പകരം MVC/2 എന്നായിരിക്കും കാണിച്ചേക്കുന്നത്. അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ചെറിയ വ്യത്യാസം അവർ കാണിക്കും. MVC/2 ഇങ്ങനെയായിരിക്കും കാണിച്ചേക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് MVC/4 ഇത് FC+FM. ബാക്കി അല്ലാതെ ഇതിനൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. ഏത് ഫ്രീക്വൻസി കമ്പോണന്റിലാണ് ഓരോന്നിന്റെ മാഗ്നിറ്റ്യൂഡ്, അതൊന്നും വ്യത്യാസം വരത്തില്ല. FC+FM, FC-FM, ഇത് FC, ഇതിലൊന്നും ചേഞ്ച് ഒന്നും വരത്തില്ല. ഈ രണ്ട് ഫിഗറൂടെ ഒന്ന് കമ്പയർ ചെയ്തേ, എന്താ വ്യത്യാസം? ഇത് തന്നെ അപ്പർ സൈഡ് ബാൻഡ്, ഇത് തന്നെ ലോവർ സൈഡ് ബാൻഡ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ MVC/2 ആണ്, ഇവിടെ MVC/4 ആണ്. ഇതിൽ ഏതാ ശരി?
ഇതാണ് കറക്റ്റ്. നിങ്ങൾ സ്പെക്ട്രം എഴുതിയപ്പോൾ ഞാൻ ഓൾറെഡി വരച്ച് കാണിച്ചതാണ് നിങ്ങൾ സ്പെക്ട്രം. ഇതാണ് കറക്റ്റ്. പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ MVC/2 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവൻ അത് നമ്മളെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഈ സ്പെക്ട്രത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും നമ്മൾ ഒരു കാൽക്കുലേഷനിലും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തും ഇതിലെ ഹയസ്റ്റ് ഫ്രീക്വൻസിയും അപ്പർ സൈഡ് ബാൻഡും ലോവസ്റ്റ് ഫ്രീക്വൻസിയും ഒക്കെയാണ് നമുക്ക് ആവശ്യം. പക്ഷെ ആക്ച്വലി കറക്റ്റ് ഇതാണ്, MVC/4 ആണ് കറക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം AM-ന്റെ സ്പെക്ട്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഒപ്പം AM-ന്റെ അപ്പർ സൈഡ് ബാൻഡ് എന്താണ്, ലോവർ സൈഡ് ബാൻഡ് എന്താണ്, AM-ന്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്പം കരിയർ സിഗ്നല്, ഈ AM-നകത്ത് കരിയർ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് മെസ്സേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ കരിയർ ഫ്രീക്വൻസി. ഈ കരിയർ ഫ്രീക്വൻസിക്ക് പോകുന്ന വേവിന് മെസ്സേജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അത് പ്യുവർ കരിയറാണ്. അതിനകത്ത് മെസ്സേജിന്റെ ഒരു കാര്യവും ഇല്ല. എൻ്റെ VCയും FCയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇത് നഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാളുടെ ട്രാൻസ്മിഷൻ ഒഴിവാക്കി നമ്മൾ AM-നകത്ത് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ മോഡുലേഷൻ. അതായത് ഈ സൈഡ് ബാൻഡിലാണ് ഇൻഫർമേഷൻ. അപ്പോൾ പിന്നെ ഈ നടുക്കൂടെ പോകുന്ന ഈ കരിയറിനെയും കൂടെ വെറുതെ ട്രാൻസ്മിറ്റ് ചെയ്തുള്ള പവർ നമ്മൾ കളയേണ്ട കാര്യമില്ല. സൈഡ് ബാൻഡിലേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഈ നടുക്കൂടെ പോകുന്ന കരിയറിനെ നമുക്ക് സപ്രസ് ചെയ്യാം ഡ്യൂറിങ് ദ ടൈം ഓഫ് ട്രാൻസ്മിഷൻ. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന AM-നെയാണ് ഡബിൾ സൈഡ് ബാൻഡ്. അതായത് രണ്ട് സൈഡ് ബാൻഡും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കരിയറിനെ സപ്രസ് ചെയ്യുവാണെങ്കിൽ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ AM മോഡുലേറ്റഡ് വേവ് എന്ന് വിളിക്കും. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് സൈഡ് ബാൻഡും തന്നെ അയക്കേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ട് സൈഡ് ബാൻഡിൽ ഒരേ മെസ്സേജ് സിഗ്നലിന്റെ ഇൻഫർമേഷനാണ് ഉള്ളത്. അപ്പൊ പിന്നെ എന്ത് ചെയ്താൽ മതി, ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് അയച്ചാൽ പോരേ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നമ്മൾ AM-ന്റെ അടുത്ത മോഡിഫൈഡ് വെർഷനായി സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ AM-നെ പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യും. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. തൽക്കാലം AM-ന്റെ സ്പെക്ട്രം പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് കരുതുന്നു. AM-ന്റെ സ്പെക്ട്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, AM-ന്റെ സ്പെക്ട്രം ഒന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ ആ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാഞ്ഞത് അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട എന്ന് കരുതിയാണ്. നോക്കി, നമ്മുടെ കാരിയർ ഇതാണ്, FC-FM ലോവർ സൈഡ് ബാൻഡ്, FC+FM അപ്പർ സൈഡ് ബാൻഡ്, ദെൻ ഇതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്. നമ്മളത് വരയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടോട്ടും ഉണ്ട് ഇതുപോലെ. ഇവിടെ ഒരു കാരിയർ ഉണ്ട്, ദെൻ ഇവിടെ ഒരു FC -FM -FC+FM ഇത് രണ്ടും ഇവിടെയുണ്ട്. സോ ഇവിടെ ഉണ്ട് ഒരു അപ്പർ സൈഡ് ബാൻഡ്, ദെൻ ദിസ് ഈസ് ലോവർ സൈഡ് ബാൻഡ്, ഇവിടെ കാരിയർ. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിൽ ഒരു സൈഡ് മതി നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഈ ക്വസ്റ്റ്യൻ നോക്കി. An audio signal 15 sin 2π into 1500t amplitude modulates 60 sin 2π into 10⁻⁶. The modulation index will be. നോക്കിയേ, ഓഡിയോ സിഗ്നൽ ഇയാളെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത് 15 sin 2π into 1500t. അപ്പൊ അതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അയാളെയാണല്ലോ മോഡുലേറ്റ് ചെയ്യുന്നത്. അതാണ് മെസ്സേജ് സിഗ്നൽ. M(t) = 15 sin 2π into 1500t. ഇനി കരിയർ സിഗ്നലോ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കരിയർ സിഗ്നൽ ഏതാണ്? ചെയ്ത് കഴിയുമ്പോഴല്ല, കരിയർ സിഗ്നൽ. ആ കരിയർ സിഗ്നൽ C(t) എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ്സ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുന്നത്. കരിയർ സിഗ്നൽ തന്നിട്ടുണ്ട് 60 sin 2π into 10⁻�60. ഇതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, VM cos 2π FMT ആണ് ഈ തന്നേക്കുന്നത്. മെസ്സേജ് സിഗ്നൽ അഥവാ VM cos 2π FMT ആണ്. അപ്പോൾ അതിന്റെ മാക്സിമം
ആംപ്ലിറ്റ്യൂഡ് എത്രയാ? വി എം എത്രയാ? 50. ഇത് നോക്കിയേ, കാരിയർ സിഗ്നൽ വി സി കോസ് 2πfct അല്ലെങ്കിൽ വി സി സൈൻ 2πfct ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് സർ ഇത് കോസ് അല്ലല്ലോ, സൈൻ ആണല്ലോ, അതിന് പ്രശ്നമുണ്ടോ? ഇല്ല, കൊസൈൻ വേവ് ഫോം എന്നാണ് നമ്മൾ പറഞ്ഞത്. കോസോ സൈനോ ആവാം, കാരിയറും മെസ്സേജും ഒക്കെ കോസോ സൈനോ ആവാം, ഏത് വന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കി 60 sin 2π into 10⁻60 ആണ് കാരിയർ. അപ്പോൾ നോക്കിയേ, കാരിയറിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എത്രയാ? 60. നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ അറിയാമല്ലോ, m ഈക്വൽ ടു വി എം ബൈ വി സി. ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. വി എം തന്നിട്ടുണ്ടോ? ഉണ്ട്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 15. വി സി തന്നിട്ടുണ്ടോ? ഉണ്ട്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ 60. ഇത് എത്ര കിട്ടും? 1/4. പെർസെൻറ്റേജ് കണക്കി പറഞ്ഞാൽ 1/4 എത്രയാണ്? 25%. So your answer is 25%. ഓക്കെ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ 2013 ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ ഏതാ? 25%. പെട്ടെന്ന് തന്നെ എഴുതാം, ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഏത് ഇക്വേഷൻ? വി എം ബൈ വി സി ഇസ് ഈക്വൽ ടു എം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 10 kHz is required for AM. If the lowest frequency component in the modulated signal is 555 kHz, carrier frequency in kilohertz. അപ്പോൾ ഇവിടെ നോക്കിയേ, ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത്, റിക്വയർഡ് ബാൻഡ് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? 2 × FM, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 kHz. ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട് 10 kHz. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈ എഫ് എം എന്താണ്? മെസ്സേജ് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് എഫ് എം. എഫ് എം കണ്ടുപിടിക്കാമല്ലോ, 2FM ആണ് 10 kHz. അപ്പൊ എഫ് എം എത്രയാ? 10/2 kHz, ദാറ്റ് ഈസ് 5 kHz ആണ് എഫ് എം. അപ്പൊ എഫ് എം നമുക്ക് കിട്ടി. ഇനി എന്താ തന്നേക്കുന്നത്? ലോവസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ ദ മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പൊ മോഡുലേറ്റഡ് സിഗ്നലിലെ ലോവസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഏതാണ്? FC - FM ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു, സ്പെക്ട്രത്തിനകത്ത് കണ്ടു. ലോവസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ മോഡുലേറ്റഡ് സിഗ്നൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 555 kHz. 555 kHz ആണ് മോഡുലേറ്റഡ് സിഗ്നലിലെ ലോവസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്. അതിന് എഫ് സി നിങ്ങൾക്ക് അറിയോ? ഇല്ല, എഫ് സി നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ കരിയർ ഫ്രീക്വൻസി എത്രയാണ്? എഫ് സി എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. എഫ് എം അറിയോ? അറിയാം, എഫ് എം 5 kHz ആണ്. എഫ് എം ഈസ് 5 kHz. ദിസ് ഈസ് ഈക്വൽ ടു 555 kHz. അപ്പൊ എഫ് സി കണ്ടുപിടിക്കാമല്ലോ. എഫ് സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 555 + 5 എത്ര വരും? 560 kHz. 560 kHz. ഓക്കെ, എത്ര സിമ്പിൾ ക്വസ്റ്റ്യനാ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, കാര്യം അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്പെക്ട്രത്തെ പറ്റി കൃത്യമായ ധാരണ വേണം. ഇപ്പൊ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഏത് ഇക്വേഷനാണ് പഠിച്ചേക്കുന്നത്? m ഈക്വൽ ടു വി എം ബൈ വി സി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സിന്. അപ്പൊ ഇത് വെച്ച് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വി എം എന്താണെന്ന് അറിയണം. വി എം എന്താ? മെസ്സേജ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. വി സി എന്താണെന്ന് അറിയണം. വി സി എന്താ? കാരിയർ സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ, മെസ്സേജിന്റെയും കാരിയറിന്റെയും ഇക്വേഷനോ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മാക്സിമം ആംപ്ലിറ്റ്യൂഡോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഇതൊന്നും തന്നിട്ടില്ല, പകരം മോഡുലേറ്റഡ് സിഗ്നലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മോഡുലേറ്റഡ് സിഗ്നൽ. അതായത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മോഡുലേറ്റഡ് സിഗ്നലാണിത്. ഈ മോഡുലേറ്റഡ് സിഗ്നലിനകത്തുനിന്ന് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇതാണല്ലോ മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാ നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ നോക്കാം. എസ് ഓഫ് ടി എം. മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി എം പ്ലസ് വി സി പ്ലസ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി സി പ്ലസ് വി എം കോസ് 2πfmt ഇൻറ്റു കോസ് 2πfct. ഇതായിരുന്നല്ലോ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഇക്വേഷൻ ആയിരുന്നു. കാരണം വി സി പ്ലസ് എം ഓഫ് ടി ഇൻറ്റു കോസ് 2πfct. അതിലെ എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ മെസ്സേജ് സിഗ്നൽ ആണ്. അതിനെ നമ്മൾ വി എം കോസ് 2πfmt എന്ന് എഴുതി. ഇതിന് പകരം വേണമെങ്കിൽ എം ഓഫ് ടി എന്ന് എഴുതാം.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ. ഇനി നോക്കിയേ, ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാ? ഈ മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാ? ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് വി സി പ്ലസ് വി എം കോസ് 2π/FMT ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വി സി പ്ലസ് വി എം കോസ് 2π/FMTയുടെ മാക്സിമം ആവുമ്പോഴാണ് എസ് ഓഫ് ടി എ എമ്മിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അതായത് എ എമ്മിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഇതിന്റെ മാക്സിമം വാല്യൂ. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാ? വി എം കോസ് 2π/FMTയുടെ മാക്സിമം. വി സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റാ. വി എം കോസ് 2π/FMTയുടെ മാക്സിമം വാല്യൂ എത്രയാ? വി എം. സോ എസ് ഓഫ് ടി എ എം മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം വാല്യൂ എന്താണ്? വി സി പ്ലസ് വി എം. ഇതാണ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി മോഡുലേറ്റഡ് സിഗ്നലിന്റെ മിനിമം വാല്യൂ ഏതാണ്? എസ് ഓഫ് ടി എ എം മോഡുലേറ്റഡ് സിഗ്നലിലെ മിനിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കിയേ. മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഇത് മിനിമം ആവുമ്പോഴാണ് മോഡുലേറ്റഡ് സിഗ്നലിലെ മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. ഇത് മിനിമം ആവുന്ന എപ്പോഴാണ്? വി സി മൈനസ് വി എം കോസ് 2π/FMT മൈനസ് വി എം ആവുമ്പോഴാണ് മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. സോ ഇതാണ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ, ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷനും കൂടെ മോഡുലേഷൻ ഇൻഡെക്സിന് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ നോക്കിയേ, മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച വി സി പ്ലസ് വി എം. അതായത് നിങ്ങളുടെ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുമ്പോൾ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അതാണ് ഈ പോയിന്റിലാണ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അത് എത്രയാ? വി സി പ്ലസ് വി എം. ഇനി മോഡുലേറ്റഡ് സിഗ്നലിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ് വി മിനിമം എത്രയാണെന്ന് നോക്കിയേ. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുകയും ഒപ്പം കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുകയും ചെയ്യുമ്പോഴാണ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുകയും ഒപ്പം കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മോഡുലേറ്റഡ് സിഗ്നലിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അത് ഏത് പോയിന്റിലാ? ഇവിടുന്ന് താഴോട്ട് നോക്കിയേ, ഇത് രണ്ടുകൂടെ മിനിമം ആവുന്നത് ഈ പോയിന്റിലാണ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുന്നത്. വി മിനിമം എത്രയാണ്? വി സി മൈനസ് വി എം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതാണ് വി മാക്സും വി മിനിമവും. അപ്പം ഇനി നിങ്ങൾ വി മാക്സ് മൈനസ് വി മിനിമം ഒന്ന് കണ്ടുപിടിച്ചേ. വി മാക്സ് മൈനസ് വി മിനിമം. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ വി സി പ്ലസ് വി എം മൈനസ് വി സി മൈനസ് വി എം എത്ര കിട്ടും? 2Vm കിട്ടും. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറച്ചാൽ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. കുറച്ചാൽ എന്ത് കിട്ടും? 2Vm കിട്ടും. ഇനി നോക്കിയേ, വി മാക്സ് പ്ലസ് വി മിനിമം ഒന്ന് കണ്ടുപിടിച്ചേ. വി മാക്സ് പ്ലസ് വി മിനിമം കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനോട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2Vc കിട്ടും. ഇനി നോക്കിയേ, വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം കണ്ടുപിടിച്ചാലോ? ദാ ഇവിടെ നോക്കിയേ, വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2Vm by 2Vc. 2Vm by 2Vc എന്ന് പറഞ്ഞാൽ that is Vm by Vc. 2Vm by 2Vc that is Vm by 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയാൽ Vm by Vc. Vm by Vc എന്ന് പറഞ്ഞാൽ that is equal to modulation index. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, മോഡുലേഷൻ ഇൻഡെക്സിന്റെ മറ്റൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ ഏതായിരുന്നു? Vm by Vc. ഇവിടെ ദാ പുതിയൊരു ഇക്വേഷനോടെ കിട്ടിയേക്കുന്നു. വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എം. ഇവിടെ വി മാക്സും വി മിനിമം ഒക്കെ ആരാണ്? ഈ മോഡുലേറ്റഡ് വേവിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് വി മാക്സ് എന്ന് വിളിക്കുന്നത്. മോഡുലേറ്റഡ് വേവിലെ മിനിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് വി മിനിമം എന്ന് വിളിക്കുന്നത്. അപ്പോ കാരിയർ സിഗ്നലും മെസ്സേജ് സിഗ്നലും ഇൻഡിവിജ്വലി തരണമെന്നില്ല മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. പകരം മോഡുലേറ്റഡ് വേവിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും മതി. മോഡുലേറ്റഡ് വേവിനകത്തെ മാക്സിമം വാല്യൂ എത്ര, മോഡുലേറ്റഡ് വേവിനകത്തെ മിനിമം വാല്യൂ എത്ര, ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം. അപ്പൊ ഈ ഇക്വേഷനും ഓർത്തിരിക്കണം. അപ്പൊ ഏതൊക്കെ ഇക്വേഷൻസാ ഓർത്തിരിക്കേണ്ടത്?
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏതൊക്കെ ഇക്വേഷൻസ് ഓർത്തിരിക്കേണ്ടത്? ഒന്നാമത് മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു VM ബൈ VC, അത് ഓർത്തിരിക്കണം. രണ്ടാമത് ബാൻഡ് വിഡ്ത്ത് ഓഫ് AM ഈസ് ഈക്വൽ ടു 2FM, അത് ഓർത്തിരിക്കണം. മൂന്നാമത് അപ്പർ സൈഡ് ബാൻഡ് ഓഫ് AM ഇസ് FC പ്ലസ് FM, ലോവർ സൈഡ് ബാൻഡ് ഓഫ് AM ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC മൈനസ് FM, അത് ഓർത്തിരിക്കണം. ഇനി പിന്നെ ഓർത്തിരിക്കേണ്ട എന്താണ്? മോഡുലേറ്റഡ് വേവ് തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Vmax മൈനസ് V മിനിമം ഡിവൈഡഡ് ബൈ Vmax പ്ലസ് V മിനിമം. ഈ ഇക്വേഷനും ഓർത്തിരിക്കണം. ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി, ഡെറിവേഷൻസ് അറിയണമെന്നില്ല. ഡെറിവേഷൻസ് അറിഞ്ഞിരുന്നാൽ നല്ലത്. സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. M ഈക്വൽ ടു Vmax മൈനസ് V മിനിമം ഡിവൈഡഡ് ബൈ Vmax പ്ലസ് V മിനിമം. ഈ ഒരു ഇക്വേഷൻ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ആൻ AM വേവ് ദ മാക്സിമം വോൾട്ടേജ്, അതായത് AM വേവ് എന്നാ പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഫോർ ആൻ AM വേവ് ദ മാക്സിമം വോൾട്ടേജ് വാസ് ഫൗണ്ട് ടു ബി 10 വോൾട്ട്. സോ Vmax തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിലെ മാക്സിമം വോൾട്ടേജ് Vmax ഈസ് given as 10 volt and the minimum voltage of AM wave. So amplitude modulated wave le minimum voltage adu tannittundu 5 volt. The modulation index of the wave would be, for Vmax and V minimum thanna modulation index kandupidikkunna enganeya? Vmax minus V minimum, the equation Vmax minus V minimum divided by Vmax plus V minimum. So M is equal to Vmax minus V minimum. Vmax എത്രയാ? 10 minus V minimum എത്രയാ? 5 divided by Vmax plus V minimum. Vmax എത്രയാ? 10 plus V minimum എത്രയാ? 5. So 10 minus 5 is 5 divided by 10 plus 5 is 15. So 5 by 15 which is equal to 1 by 3, that is equal to 0.33. 0.33. Option A ആണ് correct answer. സോ ഇങ്ങനെയും ചോദിക്കാം. ഇത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ 2001 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് VM അറിയോ? ഇല്ല. VC അറിയോ? ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. ഇനി ഇതിനകത്തുനിന്ന് VM ഉം BC യും കണ്ടുപിടിക്കാം. Vmax മൈനസ് V മിനിമം, അതാണ് 2VM. ഇപ്പൊ VM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Vmax മൈനസ് V മിനിമം ഡിവൈഡഡ് ബൈ 2, അതാണ് VM. VC of Vmax plus V minimum divided by 2, അതാണ് VC. ഇവിടെ ആൻസർ ഏതാണ്? 0.33. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾടൺ AM മോഡുലേറ്റഡ് വേവിന്റെ പവർ കാൽക്കുലേഷൻ നോക്കാം. എങ്ങനെയാണ് അതിന്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. സി നോക്കിയേ, ദ പവർ ഓഫ് AM സിഗ്നൽ, അതായത് AM മോഡുലേറ്റഡ് സിഗ്നലിന്റെ പവർ എന്ന് പറയുന്നത് കാരിയറിന്റെ പവറും സൈഡ് ബാൻഡിന്റെ പവറും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും AM മോഡുലേറ്റഡ് സിഗ്നലിന്റെ പവർ. ഇപ്പോൾ AM മോഡുലേറ്റഡ് സിഗ്നലിന്റെ സ്പെക്ട്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് എന്തൊക്കെയുണ്ട്? അതിനകത്ത് കാരിയറും ഉണ്ട്, ഒപ്പം അപ്പർ സൈഡ് ബാൻഡും ഉണ്ട്, ലോവർ സൈഡ് ബാൻഡും ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പവർ, കാരിയറിന്റെ ഇക്വേഷൻ എന്താ? VC cos 2π FCT. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പർ സൈഡ് ബാൻഡിന്റെ ഇക്വേഷൻ എന്താ? MVC/2 ഇൻറ്റു cos 2π FC minus FMT, that is lower side band. Upper side band ആണെങ്കിലോ MVC/2 into cos 2π FC plus FMT. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണന്റ് ഉണ്ട്, 3 വേവ് ഫോംസ് ഉണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള. FC ഫ്രീക്വൻസിയിലുള്ള ഒരു കൊസൈൻ വേവ് ഉണ്ട്, FC മൈനസ് FM ഫ്രീക്വൻസിയിലുള്ള ഒരു കൊസൈൻ വേവ് ഉണ്ട്, FC പ്ലസ് FM ഫ്രീക്വൻസിയിലുള്ള ഒരു കൊസൈൻ വേവ് ഉണ്ട്. അപ്പോൾ FC ഫ്രീക്വൻസിയിലുള്ള കൊസൈൻ വേവ് ആണ് കാരിയർ, FC മൈനസ് FM ഫ്രീക്വൻസിയിലുള്ള കൊസൈൻ വേവ് ആണ് ലോവർ സൈഡ് ബാൻഡ്, FC പ്ലസ് FM ഫ്രീക്വൻസിയിലുള്ള കൊസൈൻ വേവ് ആണ് അപ്പർ സൈഡ് ബാൻഡ്. അപ്പോൾ ഇങ്ങനെ 3 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ പവർ ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ പവർ ഓഫ് AM. സോ ടോട്ടൽ പവർ ഓഫ് AM എന്ന് പറയുന്നത് കാരിയറിന്റെ പവർ പ്ലസ് സൈഡ് ബാൻഡ്സിന്റെ പവർ. ഇനി കാരിയറിന്റെ പവറും സൈഡ് ബാൻഡിന്റെ പവറും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇതും നമ്മൾ സിഗ്നൽസിൽ പഠിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഒരു സൈനസോയിഡൽ വേവ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻ A cos 2π FCT ആണെന്ന് വിചാരിക്കുക. ഒരു സൈനസോയിഡൽ വേവ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻ A cos 2π FCT. ഇതാണ് എൻ്റെ സൈനസോയിഡൽ വേവ്. ഇതിന്റെ പവർ എത്രയായിരിക്കും? ഇതൊരു പവർ സിഗ്നൽ ആണോ? ആണ്. ഇതൊരു പീരിയോഡിക് സിഗ്നൽ ആണ്.
സോ ഇതൊരു പവർ സിഗ്നൽ ആണ്. ഇതിന്റെ പവർ ഈസ് a സ്ക്വയർ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇത് നമ്മൾ സിഗ്നൽസിനകത്ത് പഠിക്കുന്നതാണ്. പവർ സിഗ്നൽ എന്താണ്, എനർജി സിഗ്നൽ എന്താണ്, എങ്ങനെയാണ് പവർ സിഗ്നലിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പവർ സിഗ്നലിന്റെ എനർജി എത്രയായിരിക്കും, എനർജി സിഗ്നലിന്റെ പവർ എത്രയായിരിക്കും, ഇങ്ങനെയെല്ലാം നമ്മൾ ബേസിക് സിഗ്നൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു കൊസൈൻ വേവ് അല്ലെങ്കിൽ ഒരു സൈനസോയിഡൽ വേവ് തന്നാൽ അതൊരു പീരിയോഡിക് വേവ് ഫോം ആണ്, അതൊരു പവർ സിഗ്നൽ ആയിരിക്കും. അതിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് അതിന്റെ പവർ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്കുള്ള നമ്മുടെ AM മോഡുലേറ്റഡ് വേവ് എങ്ങനെയായിരുന്നു ഇരിക്കുന്നത്, ആ AM മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങളെ ഒന്ന് എഴുതി കാണിക്കാം. നമ്മുടെ എക്സ്പാൻഡഡ് ഫോം S of t AM that is equal to VC cos 2 pi FCT. നമ്മളെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, VC cos 2 pi FCT into MVC by 2 cos 2 pi FC plus FMT plus MVC by 2 cos of 2 pi FC minus FMT. ഇതായിരുന്നു നമ്മുടെ AM മോഡുലേറ്റഡ് വേവ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 3 കൊസൈൻ വേവ്സ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെയും പവർ കണ്ടുപിടിക്കുക, അത് തമ്മിൽ കൂട്ടുക. കരിയറിന്റെ പവർ എന്ന് പറയുന്നത് ഇയാളുടെ പവറാണ്. ഇയാളുടെ പവർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിന്റെ പവർ കിട്ടും. സോ ടോട്ടൽ പവർ ഈക്വൽ ടു കാരിയർ പവർ PC പ്ലസ് സൈഡ് ബാൻഡ് പവർ PSB എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ് ബാൻഡ് പവറിൽ തന്നെ 2 പവർ ഉണ്ട്. എന്തൊക്കെയാണ്, അപ്പർ സൈഡ് ബാൻഡിന്റെ പവറും ഉണ്ട്, ലോവർ സൈഡ് ബാൻഡിന്റെ പവറും ഉണ്ട്. സോ PUSB പ്ലസ് PLSB രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ പവർ കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, കരിയറിന്റെ പവർ എന്താ, ഇവിടെ VC cos 2 pi FCT യുടെ പവറാണ് കരിയറിന്റെ പവർ. അത് എത്രയാ, VC സ്ക്വയർ ബൈ 2. VC സ്ക്വയർ ബൈ 2. ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടെ ഉണ്ട് ഈ ഇതിലെങ്കിൽ നമ്മൾ ഇതെന്ത് കിട്ടുന്ന, VC സ്ക്വയർ ബൈ 2R. VC സ്ക്വയർ ബൈ 2R ആണ് പവർ. ഇനി നോക്കിയേ, അപ്പർ സൈഡ് ബാൻഡിന്റെ പവർ എത്രയാ, അപ്പർ സൈഡ് ബാൻഡ് ഏതാ, ഇതാ അപ്പർ സൈഡ് ബാൻഡ്. അതിന്റെ പവർ എത്രയാ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നോക്കുക, MVC by 2. അതിനെ സ്ക്വയർ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. MVC by 2 സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 കിട്ടും. MVC by 2 സ്ക്വയർ ചെയ്താൽ M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 കിട്ടും. അത് ബൈ 2 മാഗ്നിറ്റ്യൂഡിന്റെ പവർ, ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം, MVC by 2 the whole square divided by 2R. Then lower side band അതും MVC by 2 the whole square divided by 2. അപ്പൊ ഇത് എത്ര കിട്ടും, that is VC square by 2R. നോക്കിയേ, VC square by 2R plus M square VC square divided by 4 divided by 2R. That is M square VC square divided by 8R plus M square VC square divided by 8R. നോക്കിയേ, അപ്പർ സൈഡ് ബാൻഡിന്റെയും ലോവർ സൈഡ് ബാൻഡിന്റെയും പവർ സെയിം ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒരു സൈഡ് ബാൻഡിന്റെ മാത്രം പവർ ചോദിച്ചാൽ എത്രയാണ് കിട്ടുന്നത്, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 8R. M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 8R. അത് നിങ്ങൾ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒരു സൈഡ് ബാൻഡിന്റെ, അപ്പർ സൈഡ് ബാൻഡ് ആയിക്കോട്ടെ ലോവർ സൈഡ് ബാൻഡ് ആയിക്കോട്ടെ, ഒരാളുടെ മാത്രം പവർ എത്രയാണ്, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 8R. നോക്കി, ഇവിടെ M സ്ക്വയർ VC സ്ക്വയർ ബൈ 8Rഉം ഇവിടെ വീണ്ടും M സ്ക്വയർ VC സ്ക്വയർ ബൈ 8R. ഇവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, 2 into M സ്ക്വയർ VC സ്ക്വയർ ബൈ 8R. 2ഉം 8ഉം ക്യാൻസൽ ആയാൽ ബാക്കി എന്താ കിട്ടുക, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4R. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4R. അപ്പൊ അതങ്ങനെ ഒന്ന് എഴുതിയേ, M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4R. സോ M സ്ക്വയർ VC സ്ക്വയർ ഡിവൈഡഡ് ബൈ 4R.
ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിനകത്തുനിന്ന് നിങ്ങൾ VC²/2R ഈ രണ്ട് ടേമിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ എടുക്കാമല്ലോ. VC²/2R ഒന്ന് കോമൺ എടുത്തേ. എന്താ കിട്ടുക? VC²/2R ഇൻറ്റു 1 + 1 + M²/2 VC²/2R ഇൻറ്റു 1 + M²/2. ഇനി VC²/2R എന്താ? കാരിയറിന്റെ പവറാ. VC²/2R എന്താ? ഇയാളുടെ പവറാ, കാരിയറിന്റെ പവറാണ് VC²/2R. അപ്പോൾ ടോട്ടൽ പവർ PT ക്യാൻ ബി റിട്ടൺ ആസ് ഈ VC²/2R പകരം എന്ത് ചെയ്യാം? അവിടെ നമുക്ക് കാരിയറിന്റെ പവറായ PC എന്ന് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ VC²/2R പകരം അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ PC എന്ന് റെപ്രസെന്റ് ചെയ്യാം. That is equal to PC into 1 + M²/2. സോ ഇങ്ങനെയാണ് നമ്മൾ AM-ന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു PC into 1 + M²/2, where PC is the power of carrier, M is the modulation index. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കുക. ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ എത്രയാ? PC എത്രയാ? VC²/2R. R എന്താ? റേഡിയസ്. സോറി, R എന്താ? റെസിസ്റ്റൻസ്. ഇനി ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ എത്രയാ? അപ്പർ സൈഡ് ബാൻഡിനെ ലോവർ സൈഡ് ബാൻഡിനെയുടെ പവർ, ടോട്ടൽ സൈഡ് ബാൻഡ് പവർ എത്രയാ? M² VC²/4R. ഇനി ഓരോ ഇൻഡിവിജ്വൽ സൈഡ് ബാൻഡിന്റെയും പവർ എത്രയാ? M² VC²/8R അപ്പർ സൈഡ് ബാൻഡിന്റെയും അത് തന്നെ M² VC²/8R ലോവർ സൈഡ് ബാൻഡിന്റെ. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കണം, കാരണം ഇതെല്ലാം അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ നിങ്ങൾ ആ ഫൈനൽ ഇക്വേഷൻ ഓർത്തിരുന്നാലും മതി. ടോട്ടൽ പവർ, സോ ആവറേജ് കരിയർ പവർ, കരിയറിന്റെ പവർ നമ്മൾ എഴുതിയിട്ടുണ്ട് VC²/2R. ദെൻ സൈഡ് ബാൻഡിന്റെ പവർ, ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ ആണ് M² VC²/4R. അല്ലെങ്കിൽ അതിനെ PC-യുടെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ VC²/2R PC എന്ന് എഴുതിയാൽ ബാക്കി എന്താ ഉള്ളത്? M²/2 ഇൻറ്റു PC. അപ്പൊ ടോട്ടൽ പവർ PT ഇസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + M²/2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് PC ആണ്, ഇത് PC ഇൻറ്റു M²/2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ PC + PC ഇൻറ്റു M²/2. PC കോമൺ എടുത്തു കഴിഞ്ഞാൽ PC ഇൻറ്റു 1 + M²/2. ഇനി നോക്കിയേ, ഇനി നമ്മളിവിടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, അപ്പോൾ ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനും കൂടെ നമ്മളിപ്പോൾ പറഞ്ഞു. ടോട്ടൽ പവർ ഓഫ് AM ഇസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + M²/2. PC എന്താണ്? കരിയറിന്റെ പവർ. അതിന്റെ ഇക്വേഷൻ എന്താ? VC²/2R. ഇനി M എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ്. ഇനി സൈഡ് ബാൻഡിന്റെ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ M² VC²/4R. ഓക്കെ, ഓരോ സൈഡ് ബാൻഡിന്റെയും പവറോ? അപ്പർ സൈഡ് ബാൻഡ് M² VC²/8R, ലോവർ സൈഡ് ബാൻഡ് M² VC²/8R. രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ സൈഡ് ബാൻഡ് പവർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് പെർസെൻറ്റേജ് കാരിയർ പവർ എന്ന് പറഞ്ഞാൽ ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ എത്ര പെർസെൻറ്റേജ് ആണ് കാരിയറിന്റെ പവർ. അതാണ് പെർസെൻറ്റേജ് കാരിയർ പവർ. ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ എത്ര പെർസെൻറ്റേജ് ആണ് കാരിയറിന്റെ പവർ. സി നോക്കിയേ, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കാരിയറിന്റെ പവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് കാരിയർ പവർ കിട്ടും. കാരിയറിന്റെ പവർ PC ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ എത്ര ശതമാനമാണ് കാരിയറിന്റെ പവർ എന്ന് മനസ്സിലാവും. ഓക്കെ, ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ എത്ര ശതമാനമാണ് കാരിയറിന്റെ പവർ എന്ന് മനസ്സിലാവും. ഓക്കെ, PC ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് കാരിയർ പവറിന്റെ ഇക്വേഷൻ എന്താ? പെർസെൻറ്റേജ് കാരിയർ പവർ PC ഡിവൈഡഡ് ബൈ PT ഇൻറ്റു 100. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് വളരെ എളുപ്പമാണ്. PC ഇൻറ്റു PT എന്ന് പറഞ്ഞാൽ എന്താ? PC ഇൻറ്റു 1 + M²/2. ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഇതാണല്ലോ, PC ഇൻറ്റു 1 + M²/2 ഇൻറ്റു 100. ഇപ്പൊ PCയും PCയും ക്യാൻസൽ ആയി പോയാൽ ബാക്കി എന്താ ഉള്ളത്? 1 ഡിവൈഡഡ് ബൈ 2 + M² ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ M² + 2
ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് കരിയർ പവർ. ഈ ഇക്വേഷനും കൂടെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ PC/PT ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ ഓർത്തിരുന്നാലും മതി. ഇതിൻ്റെ ഡെഫിനിഷൻ ഓർത്തിരുന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും PC/PT എന്താണ്. കാരണം ഇതെല്ലാം കൂടെ ചിലപ്പോൾ നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ PC/PT ആണ് പെർസെൻറ്റേജ് കരിയർ പവർ എന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് അറിയാമല്ലോ, PT എന്ന് പറയുന്നത് 1 + PC × 1 + m²/2 ആണെന്നറിയാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പെട്ടെന്ന് ചെയ്യാം, അധികം സമയം എടുക്കത്തില്ല. സോ പെർസെൻറ്റേജ് കരിയർ പവർ എന്ന് പറയുന്നത് അതാണ്. ഇനി പെർസെൻറ്റേജ് മോഡുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാലോ, മോഡുലേഷൻ ഇൻഡെക്സ് അറിയാമെങ്കിൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇപ്പൊ നിങ്ങളുടെ മോഡുലേഷൻ ഇൻഡെക്സ് 0.33 ആണ് നിങ്ങൾക്ക് കിട്ടിയത്. പെർസെൻറ്റേജ് മോഡുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 0.33 × 100 33% ആണെന്ന് നിങ്ങൾക്ക് പറയാം. മോഡുലേഷൻ ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് 1 ആണ്. പെർസെൻറ്റേജ് മോഡുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 100% മോഡുലേഷൻ ആണെന്ന് പറയാം. മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെങ്കിൽ പെർസെൻറ്റേജ് മോഡുലേഷൻ എന്ന് പറയുന്നത് 1 × 100 ദാറ്റ് ഈസ് 100% മോഡുലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ തിരിച്ചും ചോദിക്കാം 100% മോഡുലേറ്റഡ് AM വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട എന്താ, 1 ആണ് അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കണം. 33% മോഡുലേറ്റഡ് AM വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് 33 / 100 ദാറ്റ് ഈസ് 0.33 ആണ് അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇതുപോലെ പെർസെൻറ്റേജ് കരിയർ പവർ പോലെ AMന്റെ എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി ഓഫ് AM എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ കരിയർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. കരിയർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ വേസ്റ്റ് ആണ്. കാരണം കരിയറിനകത്ത് ഒരു മെസ്സേജ് സിഗ്നലിന്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ കരിയർ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ എവിടെയാണ് കിടക്കുന്നത്? സൈഡ് ബാൻഡിനകത്താണ് കിടക്കുന്നത്. ഈ സൈഡ് ബാൻഡിനകത്താണ് നമ്മുടെ ഇൻഫർമേഷൻ കിടക്കുന്നത്. അപ്പോൾ AMന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചാൽ ഈ സൈഡ് ബാൻഡ് പെർസെൻറ്റേജ് സൈഡ് ബാൻഡ് പവർ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ സൈഡ് ബാൻഡിന്റെ പവർ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും AMന്റെ എഫിഷ്യൻസി. അതായത് ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത പവറിൽ സൈഡ് ബാൻഡിന്റെ പവർ യൂസ്ഫുൾ ആയിട്ടുള്ള പവർ, അതാണ് അവിടെയാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ കിടക്കുന്നത്. അപ്പൊ AMന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ PSB / PT × 100%. PSB എത്രയാ നിങ്ങൾക്കറിയാം? PSB എത്രയാണ്? PC × m²/2. ഇതാണ് PSB. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. PSB = PC × m²/2. PT എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം? PC × 1 + m²/2. ഓക്കെ, ഇൻറ്റു 100%. സോ ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത്? PCയും ക്യാൻസൽ ആയി പോവും. ദെൻ ന്യൂമറേറ്ററിൽ m²/2, ഡിനോമിനേറ്ററിൽ 2 + m² / 2. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2കൾ തമ്മിൽ ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? m² / m² + 2 × 100. ഇതാണ് എഫിഷ്യൻസി. m² / m² + 2 × 100. അതാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. m² / m² + 2 × 100. ഇതാണ് പെർസെൻറ്റേജ് എഫിഷ്യൻസി ഓഫ് AM. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മെമ്മറൈസ് ചെയ്യാം. എഫിഷ്യൻസി ഓഫ് AM എന്ന് പറയുന്നത് AMലെ യൂസ്ഫുൾ പവർ എന്ന് പറയുന്നത് സൈഡ് ബാൻഡിന്റെ പവർ ആണ്. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എഫിഷ്യൻസി ഓഫ് AM കിട്ടുന്നത്. അതുപോലെ പെർസെൻറ്റേജ് കരിയർ പവർ എന്ന് പറയുന്നത് കരിയർ പവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് AMന്റെ പെർസെൻറ്റേജ് കരിയർ പവറും കിട്ടുന്നത്. അത് രണ്ടും ഓർത്തിരിക്കുക. അതല്ല ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്, അങ്ങനെ ഓർത്തിരിക്കുക. ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. m² / m² + 2 ആണ് എഫിഷ്യൻസി ഓഫ് AM, പെർസെൻറ്റേജ് എഫിഷ്യൻസി ഓഫ് AM കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ.